കരുവന്നൂർ ബാങ്കിലെ പണം എന്ന് ലഭിക്കുമെന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ച പൊറുത്തിശ്ശേരി സ്വദേശി വയോധികയ്ക്ക് കരുവന്നൂർ ബാങ്കിൽ നിന്നും പണം ലഭിച്ചു. തനിക്ക് ആവശ്യമായ പണം കരുവന്നൂർ ബാങ്കിൽ നിന്നും കിട്ടിയെന്നും പൊറുത്തിശ്ശേരി കണ്ടാരം തറയിൽ പോയി സുരേഷ് ഗോപിയെ കാണുന്നതിനു പകരം ബാങ്ക് അധികൃതരെ കണ്ടാൽ മതിയായിരുന്നുവെന്നും ആനന്ദവല്ലി മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ടാരം തറയിൽ പോയി സുരേഷ് ഗോപിനെ കണ്ട നേരത്ത് എനിക്ക് ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഈ കാശ് പണ്ടേ കിട്ടിയേനായിരുന്നു. ബാങ്കിന്റെ ആളുകളെ കണ്ടു, എനിക്ക് കാശ് കിട്ടി, വളരെ സന്തോഷമായി. മരുന്ന് മേടിക്കാൻ കാശായി. ഇനി ആവശ്യമുള്ളപ്പോഴത്തേക്ക് അവരെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. മരുന്ന് വാങ്ങുന്നതിനാവശ്യമായ പണം ആവശ്യപ്പെട്ടാണ് ആനന്ദവല്ലി ബാങ്കിൽ അപേക്ഷ നൽകിയത്. ഇനിയും ആവശ്യപ്പെടുന്നതനുസരിച്ച് പണം നൽകാമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചതായും ആനന്ദവല്ലി പറഞ്ഞു. ആനന്ദവല്ലി ചേച്ചിയുടെ വിഷയം ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ശ്രദ്ധയിൽപ്പെട്ട മുറയ്ക്ക് ന്യായമായ പരിഹാരം കണ്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലെ സന്തോഷം അവരും പങ്കുവച്ചതായി, ആനന്ദവല്ലി ചേച്ചിയും പങ്കുവച്ചതായി വാർത്തകളിലൂടെ അറിയാൻ സാധിച്ചു. അതേസമയം പ്രായമായ മനുഷ്യരോട് പൊതുസമൂഹത്തിൽ മാന്യമായി ഇടപെടാൻ കേന്ദ്രമന്ത്രിയും MP-യുമായ സുരേഷ് ഗോപി പഠിക്കണം. തുടർച്ചയായി പ്രായമായ മനുഷ്യരെയും ആളുകളെയും എല്ലാം പൊതുസമൂഹത്തിൽ അപഹസിച്ചുകൊണ്ട് കൂടെയിരിക്കുന്ന BJP പ്രവർത്തകരുടെ കയ്യടി നേടാൻ വേണ്ടി തോന്നിവാസം പറയുന്ന നില തുടരുകയാണ്. ആ നിലയിൽ നിന്ന് മാറി ജനാധിപത്യ മര്യാദയോടുകൂടി ജനാധിപത്യ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പെരുമാറാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തയ്യാറാകണം.